ഹായ്, അസ്സലാമു അലൈക്കും. ഞങ്ങൾ തൃശ്ശൂർ വരെ വന്നിട്ടുണ്ട്. തൃശ്ശൂർ ഇക്കാടെ വീട് വരെ പോയത്, അതായത് എൻ്റെ ഹസ്ബൻഡ് വീട് വരെ. അപ്പോൾ അവിടെ ഒരു വീടിൻ്റെ പാല് കാച്ചിലുണ്ടായിരുന്നു, അതിന് വേണ്ടി പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്താണ്, തൊട്ടടുത്ത് തന്നെയാണ് പാടം. നമ്മളവിടെ വയലെന്നൊക്കെ പറയും, ഇവിടെ പാടം എന്ന് പറയും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുളത്തിലോട്ട് പോവുകയാണ്. കുളത്തിൽ കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വഴിയിൽ. പാടത്ത് നല്ല കുറച്ച് പോയാൽ മതി നടന്നു പോകുമ്പോൾ. ഞങ്ങൾ ഫാമിലിയൊക്കെയാണ്. ആയിട്ടിങ്ങനെ നടന്ന് കുറച്ചങ്ങ് പോകണം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പെട്ടെന്നായിരുന്നു ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ച് വന്നു. പാല് കാച്ച് അറിഞ്ഞായിരുന്നു നേരത്തെ, പക്ഷേ നമ്മളിപ്പോഴാണ് തലേ ദിവസം അങ്ങനെ തീരുമാനിച്ച് പെട്ടെന്ന് വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു, വെയിലത്തുകൂടിയൊക്കെ ഇങ്ങനെ പോവുക. എന്നിട്ട് ഇന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോകും. യാത്ര തിരിച്ച് ട്രെയിനുണ്ട്, ഗുരുവായൂരിൽ ട്രെയിനുണ്ട്, അതിനകത്ത് പോകണം. എൻ്റെ കുളം എത്തി. കുളം നല്ല തെളിച്ചുള്ള വെള്ളം, നല്ല മീനും ഉണ്ട് അതിനകത്ത്. കുളിക്കാനും ഇവിടെ തുണി അലക്കാനും എല്ലാം ഒരുമിച്ച് എല്ലാവരും കൂടി നിൽക്കുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട്. നല്ല രസമുണ്ട്, പക്ഷെ എനിക്കിങ്ങനെ വെള്ളം ഇറങ്ങാൻ വയ്യായിരുന്നു, പേടിയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയില്ല. ഇക്കാടെ ഏട്ടൻ്റെ മോനാണ്, നല്ല നീന്തയൊക്കെ ചെയ്യും. അവന് അതിനകത്ത് കിടന്ന് ഓരോരോ കുസൃതികൾ കാണിക്കുമോ, തല കുത്തി മറിയലും. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ പിടിക്കാമെന്ന്. പിന്നെ അവന് നല്ല പരിശീലനം ഉണ്ട്, അതുകൊണ്ടാണ് വെള്ളത്തിൽ കിടന്നിങ്ങനെയൊക്കെ കാണിക്കുന്നത്. പിന്നെ ഇക്ക ഇങ്ങനെ കിടന്ന് നീന്തുന്നതാണ്. ഇത്തായും എല്ലാം ഉണ്ട്, ചേട്ടത്തിമാരൊക്കെ എല്ലാവരും ഇല്ല, ഒരാളെ ഇറങ്ങിയോളൂ. ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു, കുറേ നേരം അങ്ങനെ ഇരുന്നു. പിന്നെ കണ്ട അവരും അനിയനും ചേട്ടനും കൂടി കുളിക്കുവാണ്. അവരും ഇങ്ങനെ കുറേ നീന്തയൊക്കെ ചെയ്തു. നീന്തി തകർത്ത് നീന്തുവാണ്. രണ്ടാമത്തെ ഇക്കയുടെ മോനും ഉണ്ട്, അവനാണ് ഇവിടെ വെള്ളത്തിൽ കിടന്നുള്ള അഭ്യാസങ്ങളൊക്കെ ഇനി കാണിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങളിവിടെ വീട്ടിൽ വന്നു. അവൻ കിടന്ന് വെള്ളത്തിൽ കുറേ ഇങ്ങനെ അനക്കമില്ലാതൊക്കെ കിടക്കുവാണ്.
ഓരോ അഭ്യാസങ്ങൾ നമുക്കൊന്നും കാണുമ്പോൾ പേടിയാവും. കുറേ നേരം അങ്ങനെ കിടന്നു. കട മോനെ കുറേ നേരം വെള്ളത്തിൽ ഇങ്ങനെ കിടന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നു ബിരിയാണിയൊക്കെ കഴിച്ചു. അസ്സലാമു അലൈക്കും.